സ്പെസിയ ഡയറിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മെക്സിക്കൻ ചിക്കൻ റൈസാണ്. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ. 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 3 തക്കാളി എടുത്ത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെക്കുക. പാന് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു ചെറിയ കഷ്ണം ബട്ടറും ആഡ് ചെയ്യുക. ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഏകദേശം ബ്രൗൺ കളറാവുന്ന വരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. സവാള ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് സെലറി അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് ചേർക്കണം. അരി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. 3 ടൊമാറ്റോ അടിച്ചെടുത്തപ്പോൾ നമുക്ക് 1 കപ്പ് പ്യൂരിയാണ് കിട്ടിയിട്ടുള്ളത്. പ്യൂരി ഒഴിച്ചതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 ചിക്കൻ ക്യൂബ് പൊടിച്ചതും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റൈസ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂടി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറക്കാം. നമ്മുടെ മെക്സിക്കൻ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതും കുറച്ച് സെലറി അരിഞ്ഞതും കൊണ്ടിട്ട് അലങ്കരിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ മെക്സിക്കൻ ചിക്കൻ റൈസ്? കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എന്നാൽ കഴിക്കാനും സംഗതി സൂപ്പറാട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് കമൻ്റ് ഇട്. അതേപോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ ബട്ടണൊന്ന് ഞെക്കി പിഴിഞ്ഞോളെ. അടിപൊളി വിഭവമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. Bye.